RSP RYS പ്രവർത്തകരെ പ്രതിഷേധക്കാരെ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയി വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തുരുത്ത് നിവാസികൾ അടക്കം ദാഹജലത്തിന് വേണ്ടി നടത്തുന്ന പ്രതിഷേധമാണ് തെരുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിഷേധം മൂർച്ഛിക്കുന്നു. അവിടെ പോലീസ് എത്തി അവരെ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അരുൺ, മറ്റു വിവരങ്ങൾ എന്തൊക്കെ? RSPയുടെ വനിതാ പ്രവർത്തകർ, RYFന്റെ പ്രവർത്തകർ അടക്കമുള്ളവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പക്ഷേ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു. എന്തായാലും കുടിവെള്ള പ്രശ്നത്തിലാണ് തങ്ങൾ സമരം ചെയ്യുന്നത്, മറ്റു വിഷയത്തിലല്ല. അതിൽ കൃത്യമായ ഒരു മറുപടി ഞങ്ങൾക്ക് വേണം, കൃത്യമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരടക്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അറസ്റ്റ് ചെയ്ത് അകത്ത് കയറ്റിയ ഈ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. അറസ്റ്റിന്റെ ഘട്ടത്തിലടക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് മർദ്ദനമുണ്ടായി എന്ന ഗുരുതരമായ ആരോപണം കൂടി ഇപ്പോൾ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. കാരണം അറസ്റ്റിന് തങ്ങൾ വിധേയമായി അകത്തേക്ക് കയറുമ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളെ മർദ്ദിച്ചു എന്നതാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴും ഇരുന്ന പരാതി. എന്തായാലും കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ റോഡിൽ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. പൂർണ്ണമായും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ചില പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അണിനയിപ്പിച്ച് അടക്കം അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. പക്ഷേ RSPയുടെ നേതൃത്വം അടക്കമുള്ളവർ ഇപ്പോഴും ഈ റോഡിൽ പ്രതിഷേധവുമായി തുടരുന്ന സാഹചര്യം അടക്കമുണ്ട്. കാരണം ഈ പ്രശ്നം അത് ഗൗരവമായി തന്നെ തങ്ങൾ കാണുന്നു. കുടിവെള്ള വിഷയമാണ്. ആ കുടിവെള്ള വിഷയത്തിൽ ഇനിയും ഇത് പരിഹാരമുണ്ടാകാതെ നീണ്ടുപോകാൻ തങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം എന്നുള്ളതാണ്. നേരത്തെ തുരുത്തിലെ അടക്കമുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു, അവരെ അടക്കം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് മാറ്റി എന്നുള്ളതാണ്. എന്തായാലും ഈ കുടിവെള്ള പ്രശ്നത്തിൽ ഒരു ജനകീയ പ്രതിഷേധം, അത് തെരുവിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധം കഴിഞ്ഞ 10 ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ്. അത് RSP അതിന്റെ നേതൃത്വം എടുക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ സംഘടനകൾ വരും മണിക്കൂറിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ഇന്ന് 3ഓളം പരിപാടികളാണ്, ഇതുമായി ബന്ധപ്പെട്ട സമര പരിപാടികളാണ് പ്രതിപക്ഷ സംഘടനകൾ മാത്രം നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസ് ചിലരെ അനുനയിപ്പിച്ച് നീക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചിലരെ പോലീസ് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്ന്. അറസ്റ്റ് ചെയ്ത ഇപ്പോഴും റോഡിൽ കിടക്കുന്ന RYFന്റെ സംസ്ഥാന നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് മാറ്റാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പോലീസ് ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തി ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്, വാഹനത്തിലേക്ക് മാറ്റുകയാണ്. കാരണം ഏതാനും നിമിഷങ്ങൾക്ക് ഈ പൂർണ്ണമായും റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. കാരണം കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി റോഡ് പൂർണ്ണമായും ഇപ്പോഴും ഈ റോഡ് നിശ്ചലമായി തന്നെ കിടക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തെ ഇതിൽ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ചില പ്രവർത്തകർ ഇതിന് വലിയ രീതിയിൽ ഇപ്പോഴും ഈ കുടിവെള്ള വിഷയത്തിൽ സമരം ചെയ്യുന്നവരെ പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്ത് നടക്കം ഉണ്ടാകുന്നു. എന്തായാലും പോലീസ് വളരെ പാടുപെട്ടാണ് ഈ സ്ത്രീകളെ അടക്കം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കൂടുതൽ പോലീസ് ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥലത്തേക്ക് എത്തി പ്രവർത്തകരെ നീക്കം ചെയ്യുകയാണ്. ഇപ്പോൾ കാണുന്നത് തെരുവിൽ ഈ കാണുന്ന പ്രതിഷേധം തുരുത്ത് നിവാസികളടക്കം കഴിഞ്ഞ 11 ദിവസമായി കുടിവെള്ളം മുടങ്ങിയ ജലവിതരണം തടസ്സപ്പെട്ടതിലുള്ള ജനകീയ പ്രതിഷേധമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ മുഖമാണ് RSPയുടേത്. RSPയുടെ ഈ പ്രതിഷേധം പോലീസ് തടയുന്നു. അവർ ഈ തുരുത്ത് നിവാസികളടക്കം 11 ദിവസമായി കുടിവെള്ളം മുട്ടിക്കിടന്ന കുടിവെള്ളം ദാഹജലം ശേഖരിക്കാൻ വേണ്ടി പോയ ഒരു സ്ത്രീ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട് മരിക്കാനിടയായ സാഹചര്യം നിലനിൽക്കുമ്പോൾ പ്രതിഷേധം അണപൊട്ടുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൊല്ലത്ത് നിന്ന് പ്രതിഷേധക്കാർ നിലത്ത് കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു. പോലീസ് ആദ്യം അനുനയത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു നോക്കി. ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് സ്ത്രീകളടക്കമുള്ള വനിതാ പ്രവർത്തകരെ അടക്കം ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റുകയാണ്. അവർ ചെറുത്തു നിൽക്കുന്നുണ്ട്. പ്രവർത്തകർ കുടിവെള്ളം മുടങ്ങിയതിൽ, ജലം മുടങ്ങിയതിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം ആക്രോശിച്ചുകൊണ്ടാണ് അവർ ഇതിനെ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നത്. തുരുത്തിലെ അടക്കമുള്ള ജനവിഭാഗങ്ങൾ, അവരുടെ പ്രതിനിധികൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഒരു ജനകീയ സമരത്തിന്റെ സ്വഭാവം കൈവരിക്കുന്നത് ഇത് ദാഹജലത്തിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്നതാണ്. കൊല്ലത്ത് കാണുന്ന ഈ പ്രതിഷേധം കഴിഞ്ഞ 11 ദിവസമായി കുടിവെള്ളം മുട്ടിക്കിടക്കുന്ന ദാഹജലം ശേഖരിക്കാൻ പോയ ഒരു സ്ത്രീ അപകടത്തിൽപ്പെട്ട് മരിക്കാനിടയായ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ രോഷം അണപൊട്ടിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിലൂടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു രാഷ്ട്രീയ മുഖം അത് RSPയുടേതാണ്. RSP ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു. അതൊരു ജനകീയ പ്രതിഷേധമായി മാറിയിരിക്കുന്നു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. അരുൺ രാജ് ഞങ്ങളുടെ പ്രതിനിധിയാണ്. കഴിഞ്ഞ ദിവസം ഒരു യുവതി മരിക്കാനിടയായ സാഹചര്യം, അതിൻ്റെ വാർത്ത
ആദ്യം 24-ലൂടെ എത്തിച്ചത് അരുൺരാജ് ആയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ, അതിന്റെ ഭാഗമായി ഒരു പ്രതിഫലനം എന്ന നിലയിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. അതൊരു ജനകീയ സമരമായി മാറിയിരിക്കുന്നു കൊല്ലത്ത്. ഇത് ദാഹജലത്തിന് വേണ്ടിയുള്ള, കുടിനീരിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ്. 11 ദിവസമായി ശുദ്ധജല വിതരണം മുടങ്ങുകയും അത് വീടുകളിൽ ശുദ്ധജലം എത്തിക്കാനുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടതിലുമുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഒരു ജനകീയ സമരമായി മാറിയിരിക്കുന്നത്. RSP അതിന് നേതൃത്വം കൊടുക്കുകയാണ് കൊല്ലത്ത്. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അരുൺരാജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കലവും മൺചട്ടിയും ഒക്കെയായിട്ടാണ് സ്ത്രീകളടക്കമുള്ള വനിതാ പ്രവർത്തകരടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന് ഭാഗമായിരിക്കുന്നത്. കുടിവെള്ളം കിട്ടാത്തതിലുള്ള പ്രതിഷേധം, ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ അധികൃതർ മൗനം പാലിച്ചതിലുള്ള പ്രതിഷേധം, ഒരു സ്ത്രീ ഈ സാഹചര്യത്തിൽ മരിക്കാനിടയായതിലുള്ള പ്രതിഷേധം, അങ്ങനെ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള ഒരു ജനകീയ സമരമായി, പ്രതിഷേധമായി തെരുവിലെ ഈ പ്രക്ഷോഭം മാറിയിരിക്കുന്നു. അതിന്റെ രാഷ്ട്രീയ മുഖം RSPയുടേതാണ്. RSPയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. വനിതാ പ്രവർത്തകരടക്കമുള്ളവരെ ബലം പ്രയോഗിച്ച് പോലീസ് സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. വിവരങ്ങളിലേക്ക് വീണ്ടും പോകാം. അരുൺരാജ് സംഭവ സ്ഥലത്ത് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രതിഷേധം, അത് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പ്രതിഷേധം 2025 ഒരു ജനത നടത്തുന്നു എന്നുള്ള സ്വാഭാവികമായ ഒരു വിഷയമാണ് ഇത്. കാരണം ആ 2025 കുടിവെള്ളത്തിനായി തങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി വരുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുകൂടി ആലോചിക്കണമെന്ന് ഈ തുരുത്ത് നിവാസികളടക്കം കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞതാണ്. കാരണം 11 ദിവസമായി ഒരു സമൂഹത്തിന് പൂർണ്ണമായും കുടിവെള്ളം നിഷേധിക്കപ്പെട്ടിട്ട്, കുടിവെള്ളം ലഭിക്കാതെ വന്നിട്ട് ഇക്കാര്യത്തിൽ ഒരു പരിഹാരത്തിനുള്ള ബദൽ സംവിധാനം ഏർപ്പെടുത്താനോ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനോ ഇതുവരെ പ്രാദേശിക ഭരണകൂടത്തിനോ സംസ്ഥാന ഭരണകൂടത്തിനോ കഴിയാതെ പോയി എന്നുള്ള ഗുരുതരമായ പ്രശ്നം അത് യാഥാർത്ഥ്യമായി തന്നെ തുടരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 3 മന്ത്രിമാരുടെ പരിപാടി ചവറയിലും കൊല്ലത്തുമടക്കം നിശ്ചയിച്ചതാണ്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് ആ സമരങ്ങളെ പൂർണ്ണമായും ആ മന്ത്രിമാർ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ അതിന്റെ നേതൃപാടത്തിലേക്ക്, അത് ഒരു യുവതി മരിച്ചു, അതിന് പിന്നാലെ ആ വിഷയത്തിൽ ആ ചവറ കേന്ദ്രീകരിച്ചുള്ള RSPയുടെ ശക്തി അത് പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള സമരമാണ് ഇപ്പോൾ കൊല്ലം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തെ ദേശീയപാത പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ട് കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി RSP അതിന്റെ സമര പോരാട്ടത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാലും കുറച്ച് പ്രവർത്തകരെ ഇപ്പോൾ RSP പ്രവർത്തകരെ ഇപ്പോൾ RYFന്റെയും പ്രവർത്തകരെ അടക്കം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും RSPയുടെ നേതൃനിര, സംസ്ഥാന നേതൃനിര, ജില്ലാ നേതൃനിര അടക്കം ഇപ്പോഴും ഈ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ പോലീസ് അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടേക്ക് എത്തി അത് പൂർണ്ണമായും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയും, എന്തായാലും ദേശീയപാത അടക്കം ഉപരോധിച്ചുകൊണ്ട് കൊല്ലത്തെ നഗരഹൃദയത്തിൽ ഈ സമരം പോയ രീതിയിൽ ഇനി ഈ പ്രശ്നത്തിൽ അടിയന്തര പരിഹാരത്തിന് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കും ഉള്ളത്. കാരണം ഈ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ വരുന്ന ദിവസം അത് ക്രിസ്മസ് ആണ്. അവിടെ സ്വാഭാവികമായും തുരുത്ത് നിവാസികൾ കൂടുതലായി ഈ തെരുവിലേക്ക് എത്താനുള്ള സാധ്യത കൂടി പോലീസിനുണ്ട്. ആ കാര്യത്തിൽ പോലീസ് അടക്കം ഇന്നലെ ഒരു വിശദമായ റിപ്പോർട്ട് സർക്കാരിനടക്കം കൈമാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാട്ടർ അതോറിറ്റി അതേസമയം പറയുന്നത് കൂടുതൽ ജലവിതരണത്തിനുള്ള സംവിധാനം തങ്ങൾ ചെയ്തു, 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് എങ്ങനെ, ഏത് രീതിയിൽ എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ മറുപടിയില്ല. കാരണം ഒരു കനാലിന് മുകളിലൂടെ കടന്നു പോകുന്ന ഒരു പൈപ്പാണ് പൂർണ്ണമായും തകർന്നത്. ആ പൈപ്പ് പുനഃസ്ഥാപിക്കാൻ 11 ദിവസമായി കഴിയാതെ പോയത് എന്തെന്നുള്ള ചോദ്യം അത് സ്വാഭാവികമാണ്. അരുൺരാജ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയാണ്. ഇപ്പോഴും ആ ജനകീയ പ്രതിഷേധം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് മാറുകയാണ്. ഏതാനും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിൽ പോലും പ്രതിഷേധത്തിന്റെ ജ്വാല അണഞ്ഞിട്ടില്ല. കുടിവെള്ളത്തിന് വേണ്ടി നടത്തുന്ന സമരം എന്ന സവിശേഷത കേരളത്തിൽ കൊല്ലത്തെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള RSPയുടെ ഈ സമരത്തിനുണ്ട്. അതിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്ത് തന്നെയായാലും ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം എന്ന സവിശേഷത ഈ പ്രക്ഷോഭത്തിനുണ്ട്. വെള്ളം കിട്ടാതെ 11 ദിവസമായി തുരുത്ത് നിവാസികളടക്കം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ, കുടിവെള്ളം തേടി വള്ളത്തിൽ പോയി അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീ മരിക്കാനിടയായ സാഹചര്യത്തിൽ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടി നിന്ന ഒരു ജനതയുടെ സ്വാഭാവിക പ്രതിഷേധം എന്ന നിലയിൽ വേണം ഈ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള RSPയുടെ ഈ സമരത്തെ കാണാൻ. അതിൽ ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് കൊണ്ടോ ഇതിനെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചതുകൊണ്ടോ ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല. അധികൃതർ ഏത് തരത്തിലായിരിക്കും ഉടൻ തന്നെ ഇടപെട്ട് പരിഹാരം കാണാൻ പോകുന്നത് എന്ന ചോദ്യമാണ് തുരുത്ത് നിവാസികളടക്കം ഉന്നയിക്കുന്നത്. അരുൺരാജ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത്.